സ്വസ്ഥമായി ജീവിക്കാൻ പറ്റാത്ത ഒരിടമായി കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ് ദിവസം ചെല്ലുന്തോറും. ഇന്ന് എന്ത് നശിച്ച വാർത്തയാണ് നമ്മളെ തേടി വരിക എന്നോർത്താണ് ഓരോ ദിവസവും നാം പുലർന്നെണീക്കുന്നത് തന്നെ. ഇന്ന് രാവിലെ കേട്ട ഒരു വാർത്ത എന്ന് പറയുന്നത് ഏതൊരു രക്ഷിതാക്കളെയും ഭയപ്പെടുത്തുന്ന ഒന്ന് തന്നെയാണ്. നമ്മൾ എന്ത് വിശ്വസിച്ചാണല്ലേ നമ്മുടെ മക്കളെ ഇനി സ്കൂളിലേക്ക് അയക്കുന്നത്? ഇന്നത്തെ വാർത്ത എന്ന് പറയുന്നത് 15ഉം 16ഉം വയസ്സ് മാത്രം പ്രായമുള്ള 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ ചേരിതിരിഞ്ഞ് പരസ്പരം ആക്രമിക്കുകയും അക്രമത്തിനൊടുവിൽ ഒരു വിദ്യാർത്ഥിക്ക് മരണം സംഭവിക്കുകയുമാണ് ചെയ്യുന്നത്. വെറും 16 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടികളാണെന്ന് ഓർക്കണം. അവരുടെ ജീവിതവും ഭാവിയും എല്ലാം തന്നെ അവസാനിച്ചിരിക്കുകയാണ്. വെറും നിസ്സാരമായ ഒരു തർക്കത്തെ തുടർന്നാണ് ഇങ്ങനെ ഒരു കുട്ടിയുടെ ജീവൻ തന്നെ നഷ്ടപ്പെടുന്ന ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. 10ാം ക്ലാസ്സിലെ ഫെയർവെൽ പാർട്ടി, ട്യൂഷൻ ക്ലാസ്സിൽ നടന്ന ഫെയർവെൽ പാർട്ടിയിൽ ഡാൻസ് കളിച്ചപ്പോൾ കൂവി എന്നുള്ള ഒരു കാരണത്താലാണ് ഇത്തരത്തിലുള്ള ഒരു നശിച്ച ഒരു സംഭവം ഉണ്ടായത്. അപ്പം ഇത്രയും നിസാരമായ പ്രശ്നങ്ങളെ ഊതിപ്പെരിപ്പിച്ചുകൊണ്ട് ഒരു കൊലപാതകം വരെ നടത്താനുള്ള അത്രയ്ക്കും ക്രിമിനൽ മൈൻഡഡ് ആയിട്ടുള്ള കുട്ടികളാണ് നമ്മുടെ കുട്ടികൾ. ഒരു പക്ഷേ നമ്മുടെ വീടുകളിൽ നല്ല കുട്ടികളായിരിക്കാം, പക്ഷെ അവരുടേതായ ഒരു പിയർ ഗ്രൂപ്പിൽ കൂടുമ്പോൾ അല്ലെങ്കിൽ അവരുടേതായ ഒരു സുഹൃത്ത് വലയത്തിൽ ഇവർ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും ചർച്ച ചെയ്യുന്നതുമൊക്കെ ഏത് രീതിയിലാണെന്നുള്ളത് നമ്മളൊക്കെ ചിന്തിക്കുന്നതിനും അപ്പുറത്തേക്കാണ് എന്നുള്ളതാണ്. അപ്പം കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. അതായത് ട്യൂഷൻ ക്ലാസ്സിലെ ഫെയർവെൽ പാർട്ടിക്കിടയിൽ ഉണ്ടായിട്ടുള്ള ചെറിയ നിസാരമായൊരു തർക്കം ഉണ്ടായത്. അതേ തുടർന്ന് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഇവർ തമ്മിലുള്ള ഈ ഒരു അടിപിടി ഉണ്ടാകുന്നത്. അപ്പം ഇത്രയും ദിവസം ഒരു 3 ദിവസത്തെ ഗ്യാപ്പിൽ ഇവർ ഇൻസ്റ്റഗ്രാമിലൂടെയും വാട്സപ്പിലൂടെയും ഗ്രൂപ്പുകൾ ഉണ്ടാക്കി എങ്ങനെ മറ്റേ ഗ്രൂപ്പുകാരെ തകർക്കണം അല്ലെങ്കിൽ എങ്ങനെ മറ്റേ സ്കൂളുകാരെ ആക്രമിക്കണം എന്നുള്ളൊരു പദ്ധതി തയ്യാറാക്കുകയാണ് ഈ കുട്ടികൾ. അപ്പം 10ാം ക്ലാസ് പരീക്ഷയാണ് വരുന്നത്. പരീക്ഷയെക്കുറിച്ചൊന്നും ഇവർക്ക് യാതൊരുവിധ അവബോധവുമില്ല. എങ്ങനെ തകർക്കണം എന്നുള്ളതാണ്. അപ്പം എന്താണ് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത്? ഒരു കൂട്ടർ പറയുന്നുണ്ട് ഇതിനെല്ലാം കാരണം ലഹരിയുടെ ഉപയോഗമാണ് എന്നുള്ളത്. മറ്റൊരു കൂട്ടർ പറയുന്നുണ്ട് മാർക്കോ, ആവേശം, അതുപോലെ തന്നെ പുഷ്പ തുടങ്ങിയിട്ടുള്ള സിനിമയിലെ ചില രംഗങ്ങൾ കണ്ട് അതിൽ നിന്നും സ്വാധീനം ഉൾക്കൊണ്ടുകൊണ്ടാണ് കുട്ടികൾ ഇത്തരത്തിലുള്ള ഒരു അക്രമവാസനയിലേക്ക് തിരിയുന്നതെന്ന്. തീർച്ചയായും ഇത്തരത്തിലുള്ള സിനിമകൾ സൃഷ്ടിക്കുന്നവർ ഒന്ന് ചിന്തിക്കുക. നിങ്ങൾ ഇത്തരത്തിലുള്ള വയലൻസ് കുട്ടികളെ കാണിച്ചുകൊണ്ട്, അല്ലെങ്കിൽ കുട്ടികളല്ല സമൂഹത്തിലേക്ക് ഇത്തരത്തിലുള്ള വയലൻസ് കാണിച്ചുകൊണ്ട് എന്ത് സമൂഹ നന്മയാണ് നിങ്ങൾ നൽകാൻ ഉദ്ദേശിക്കുന്നത്? ഒരു സിനിമ എന്നൊക്കെ പറയുന്നത് കുറച്ചൊക്കെ അതിലൊരു സമൂഹത്തിന് നന്മ ചെയ്യുന്ന കാര്യങ്ങളാണ് അതിൽ നിന്നും കിട്ടേണ്ടത് അല്ലെങ്കിൽ കൊടുക്കേണ്ടതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇങ്ങനെ നിങ്ങൾ വയലൻസ് കാണിച്ചുകൊണ്ട് സിനിമകൾ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെയൊക്കെ ഇൻഫ്ലുവൻസ് ഓരോ മനസ്സിനെയും സ്വാധീനിക്കുന്നത് ഏത് രീതിയിലാണെന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ സിനിമയാണ് എല്ലാത്തിനും കാരണമെന്ന് ഒരിക്കലും ഞാൻ പറയുന്നില്ല. എങ്കിൽ പോലും ഇത്തരത്തിലുള്ള അക്രമകരമായ സിനിമകൾ, കുട്ടികളെ കാണിക്കാൻ പറ്റാത്ത സിനിമകൾ എന്തിന് നിങ്ങൾ ചിത്രീകരിക്കുന്നു? അപ്പം ഇതൊരു വശം മാത്രമാണ് കേട്ടോ. സിനിമയാണ് എന്നൊന്നും ഞാൻ ഒരിക്കലും പറയുന്നില്ല. പക്ഷെ ഓരോ മനസ്സിനെയും ഇതൊക്കെ ഏത് രീതിയിൽ സ്വാധീനിക്കുന്നു എന്നുള്ളതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പൊ ആവേശം എന്ന് പറയുന്ന സിനിമയിൽ നമ്മൾ കണ്ടതാണ്, പഠിക്കാൻ വിട്ട കുട്ടികൾ ചേരിതിരിഞ്ഞ് വഴക്കുണ്ടാക്കിയാണ്. അവർ എവിടെയും പഠിക്കുന്നില്ല. അവർക്ക് അവരുടെ ഭാവിയെക്കുറിച്ചോ അവരുടെ പാരൻസിന്റെ കഷ്ടപ്പാടിനെ കുറിച്ചോ ഒന്നും അവർ ചിന്തിക്കുന്നില്ല. അപ്പം ഇപ്പോഴത്തെ ഒരു കുട്ടികൾ എന്ന് പറയുന്നത്, അവരുടെ ചിന്താഗതി എന്ന് പറയുന്നത് അവർക്ക് സെൽഫ് ലവ് മാത്രമാണ്. സ്വന്തം സന്തോഷം, സ്വന്തം ഫ്രീഡം, ഇതേക്കുറിച്ച് കുട്ടികൾ നല്ല ബോധവാന്മാരാണ്. ഇപ്പം ഈ ഒരു കേസ് തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കുട്ടികളുടെ ചില വാട്സപ്പ് സന്ദേശങ്ങൾ കേൾക്കാനിടയായി. അതിൽ ഈ കുട്ടികൾ സംസാരിക്കുന്ന വാക്കുകൾ കേട്ടാലുണ്ടല്ലോ അവരവരുടെ അവകാശങ്ങളെക്കുറിച്ച് നല്ല ബോധവാന്മാരാണ്. അതായത് ജുവനൈൽ ജസ്റ്റിസ് പ്രകാരം 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് എത്ര വലിയ കുറ്റം ചെയ്താലും കേസ് എവിടം വരെ പോകും എന്നുള്ളത് ഇവർക്ക് കൃത്യമായ ബോധ്യമുണ്ട്. അപ്പം അത് തന്നെയാണ് ഇവർക്ക് ഇവരുടെ കടമകളെക്കുറിച്ച് യാതൊരു ബോധവുമില്ല എങ്കിലും ഇവരുടെ അവകാശങ്ങളെക്കുറിച്ച് ഇവർക്ക് കൃത്യമായ ബോധ്യമുണ്ട് എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇത്രയും കുറ്റകൃത്യങ്ങൾ ചെയ്താൽ എന്ത് ശിക്ഷ ലഭിക്കും, ഇത് എവിടം വരെ പോകും എന്നുള്ളത് കൃത്യമായി കുട്ടികൾ ആ വോയിസ് ചാറ്റിൽ പറയുന്നുണ്ട് എന്നുള്ളതാണ്. കൂട്ടമായി ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ കേസ് വരില്ല എന്ന് ഇവർ കൃത്യമായി പറയുന്നുണ്ട്. പിന്നെ ഇത്തരം ഒരു അക്രമത്തിന് ഇവർ ഉപയോഗിച്ച ഒരു ഉപകരണം എന്ന് പറയുന്നത് നഞ്ചക്കാണ്.
കരാട്ടെ പോലുള്ള ആയോധന കലകളിൽ ഉപയോഗിക്കുന്ന നഞ്ചക്ക് കൊണ്ടാണ് കുട്ടിയുടെ തലയ്ക്ക് അടിച്ചിരിക്കുന്നത്. അങ്ങനെ മാരകമായ ഇഞ്ചുറിയാണ് ഈ കുട്ടിക്ക് തലച്ചോറിൽ ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ ഇങ്ങനെ ആക്രമിച്ചതിന് ശേഷം ഈ കുട്ടി എങ്ങനെയോ ബൈക്കിൽ രക്ഷപ്പെടുകയാണ് കൂട്ടുകാരോടൊപ്പം. അങ്ങനെ രക്ഷപ്പെട്ട് വീട്ടിൽ പോവാൻ ഭയന്നതിനെ തുടർന്ന് കൂട്ടുകാരൻ്റെ വീട്ടിലിരിക്കുകയാണ്. അതുകൊണ്ടാണ് ചികിത്സ കിട്ടാനായിട്ട് കുറച്ച് ഡിലേ വരികയും ഈ കുട്ടിക്ക് മരണം സംഭവിച്ചതും ഇതുകൊണ്ടാണ്. അപ്പം കൃത്യമായ സമയത്ത് പല കാര്യങ്ങളും കുട്ടികൾ പാരൻസിനോട് തുറന്നു പറയുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ വീട്ടിലെത്തി ഈ കുട്ടി ഛർദ്ദിക്കുകയാണ് ഉണ്ടായത്. ഛർദ്ദിച്ച് ഈ കുട്ടിയുടെ ഉപ്പയ്ക്ക് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നി. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി അങ്ങനെ ചികിത്സ ആരംഭിക്കുകയാണ്. ചികിത്സയിൽ ഇരിക്കുകയാണ് ഈ കുട്ടി മരണപ്പെട്ടത്. അപ്പോൾ പലരും പറയുന്നുണ്ട് മുതിർന്ന ഒരാളുടെ സഹായത്താലാണ് ഇങ്ങനെ കുട്ടിക്ക്, അതായത് ഈ ഒരു അക്രമത്തിൽ മുതിർന്നവരുടെ പങ്കും പലരും സംശയിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ മുതിർന്നവരുടെ പങ്കുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും അന്വേഷിക്കേണ്ടത് തന്നെയാണ്. അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ വിദ്യാർത്ഥികൾക്കിടയിൽ നടക്കുന്ന സംഭവങ്ങൾ. തീർച്ചയായും ഇവിടെ രക്ഷിതാക്കളും അതുപോലെ തന്നെ അധ്യാപകരും കൃത്യമായ ഇടപെടലുകൾ നടത്തിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ അരങ്ങേറില്ല. പക്ഷെ ഇന്ന് അധ്യാപകർ ഒരു പരിധിയിൽ കൂടുതൽ കുട്ടികളുടെ കാര്യങ്ങളിൽ ഇടപെടുന്നില്ല എന്നുള്ളതാണ്. കാരണം ചെറിയ രീതിയിലെങ്കിലും ശാസിച്ചാൽ, ചെറിയ രീതിയിലെങ്കിലും വഴക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാരൻസ് തന്നെയാണ് ഈ കുട്ടികൾക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് അധ്യാപകരെ ഒറ്റപ്പെടുത്തി ആക്രമിക്കുന്നത്. അപ്പം അധ്യാപകർ ചിന്തിക്കുന്നത് എന്താണ്? ആ കുട്ടി നന്നായില്ലെങ്കിലും എനിക്ക് ശമ്പളം കിട്ടിയാൽ മതി. ഒരു പരിധിയിലും വിട്ട് ഒരു അധ്യാപകരും ഒരു കുട്ടികളുടെ കാര്യത്തിലും ഇപ്പം ഇടപെടുന്നില്ല. അവിടെ നിന്നാണ് ഈ സമൂഹത്തിൻ്റെ ഈ ഒരു ദുരവസ്ഥയ്ക്ക് തുടക്കം കുറിച്ചത് തന്നെ. ഞാനൊരു അധ്യാപികയായി ജോലി ചെയ്തിരുന്നതാണ്. നമ്മളും പല സംഭവങ്ങളും ഉണ്ടാകുമ്പോൾ നമ്മൾ നമ്മുടെ ഒരു സുരക്ഷിതത്വം ആലോചിച്ചുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം ശ്രമിക്കുകയാണ്. കാരണം നമ്മൾ ഇടപെട്ട് കഴിഞ്ഞാൽ ഒരു കുട്ടീനെ നമ്മൾ തിരുത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തിരിച്ച് അധ്യാപകർക്കാണ് പ്രശ്നമുണ്ടാകുന്നത്. അപ്പം അധ്യാപകർ സിൻസിയറായി ജോലി ചെയ്യുന്ന അധ്യാപകരെ ആരും തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ്. അപ്പം ഈ ഒരു കേസിൽ കൃത്യമായ നിയമ നടപടികൾ എടുത്തുകൊണ്ട് ഈ കുട്ടികൾക്ക് തക്കതായ ശിക്ഷ തന്നെ നൽകണം. ഇപ്പോൾ ഗൾഫ് കൺട്രീസിലെ പോലെ കണ്ണിന് കണ്ണ് അല്ലെങ്കിൽ തലയ്ക്ക് തല എന്നുള്ള ഒരു നിയമ നടപടികൾ വന്നാൽ തന്നെയാണ് പേടിച്ച് ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളിൽ കുട്ടികളോ അല്ലെങ്കിൽ മുതിർന്നവരെ ചെന്ന് ചാടാതിരിക്കുകയുള്ളൂ. അപ്പം ഇനിയും ഇത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും അരങ്ങേറാതിരിക്കട്ടെ എന്നുള്ളത് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്.